എന്ത് സംസാരിക്കാനാ? വീഡിയോ വ്ളോഗ് എടുക്കണേ, വ്ളോഗ് എടുത്താലോ? വ്ളോഗ് കൊടുക്കാറുന്നല്ലേ? ഇത് എവിടെ സ്ഥലം? മൗണ്ട് ആലപ്പുഴ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആഗ്രോ ട്രാവൽ. ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഞങ്ങൾ താമസിക്കേണ്ട അടുത്ത് തന്നെ കേട്ടോ, മൗണ്ട് ആലപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലമാണ്. പാർക്കാണ്, കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ അടിപൊളി ഒരു പാർക്കാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ വന്നു, അപ്പോൾ ഇവരൊക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാണ്. ഇതിൻ്റെ മുകളിലൊക്കെ കയറി അടിപൊളിയായിട്ട് നിൽക്കാൻ കേട്ടോ. അപ്പോൾ ഇവന്മാർക്ക് അവിടെ റോക്കറ്റിൻ്റെ സാധനമൊക്കെ വെച്ചിട്ടുണ്ട്, നല്ല രസമായിട്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഒരു സ്പോർട്സിൻ്റെ ആണെന്ന് തോന്നുന്നു, ഒരു റഗ്ബിയുടെ എന്താണ് ട്രെയിനിങ്ങോ കോച്ചിങ്ങോ ഒക്കെ നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അവിടെ. എന്തായാലും നല്ലൊരു ഏരിയ ആണ്. ഞങ്ങളെന്നും പുറത്തേക്ക് പോകാറുണ്ട്. പുറത്തേക്ക് പോകുമ്പോൾ കാണുന്ന പാർക്കുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഷൂട്ട് ചെയ്തെടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ പിള്ളേർ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് വന്നു. അപ്പോൾ ഇവിടെ എക്സസൈസ് ചെയ്യാനും മറ്റേ വലിയ ആൾക്കാർക്ക് എക്സസൈസ് ചെയ്യാനും നമ്മുടെ നാട്ടിലൊക്കെ പഞ്ചായത്തിലൊക്കെ വെച്ചിട്ടില്ല, അതുപോലത്തെ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഞങ്ങളൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുകളിലാണോ അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വന്നപ്പോൾ കണ്ടൊരു കാര്യമുണ്ട്, പിള്ളേർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മുടെ നാട്ടിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയ സംഭവമാണ് ഒരു റോക്കറ്റിൻ്റെ സ്റ്റൈലിൽ പിള്ളേർക്ക് ഏറ്റവും മുകളിൽ നിന്നുള്ള വ്യൂ, ഈ ടൗണിൻ്റെ ഒക്കെ വ്യൂ ഇല്ലേ, അത് കാണാൻ പറ്റിയ ഒരു സംഭവം അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് കാണാം. അപ്പോൾ വസു കുറേ പ്രാവശ്യം അതിൽ കയറണം. വസു ഓൾറെഡി അതിൻ്റെ മുകളിലുണ്ട് കേട്ടോ. അതിന്റെ മുകളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൈനോക്കുലറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, നമുക്കത് കാണാം. ഒരുപാട് പിള്ളേർ അതിന്റെ മുകളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അതിന്റെ മുകളിലൊരു ബൈനോക്കുലർ വെച്ചിട്ടുണ്ട്, അതൊന്ന് സൂം ചെയ്ത് കണ്ടോ. അവിടെ നിന്ന് അവർക്ക് അതിന്റെ വ്യൂ, ഇവിടുത്തെ ശരിക്കും പറഞ്ഞാൽ ടൗണിന്റെ വ്യൂ ശരിക്കും അത്യാവശ്യം കാണും അതിന്റെ മുകളിൽ കയറുന്ന. ആണ് ഇതിൻ്റെ ഇത് കണ്ടോ, ഒരു റോക്കറ്റിൻ്റെ സ്റ്റൈലിലാണ് അവരുണ്ടായിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ വേറൊരു പാർക്കിൽ പോയപ്പോഴും ഇതുപോലത്തെ കുറേ സാധനങ്ങൾ അവിടെ വെച്ചിട്ടുണ്ടോ. ഓരോ പാർക്കിലും ഓരോ വെറൈറ്റി സ്റ്റൈലിലുള്ള രീതിയിലാണ് അവർ ചെയ്തേക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ കുട്ടികൾക്ക് പല പല പാർക്കിൽ പോകുമ്പോഴും അതിനൊക്കെ ഒരു ബോറടിക്കില്ല, സെയിം സാധനം അല്ലേ കളിക്കുന്നതായിട്ടൊരു ഫീൽ അവിടെ ഉണ്ടാവില്ല. ഇതുണ്ട്, ഇതൊക്കെ ഒരു വെറൈറ്റി സാധനമാണ് നമ്മൾ കണ്ടിട്ടില്ല, നാട്ടിലൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഒരു പ്രത്യേക സ്റ്റൈലാണ്, ഒരു സ്ലൈഡിങ് സ്റ്റൈലിലുള്ള സംഭവമാണ് ഉണ്ടാക്കിയിട്ടാണ്. ഇത് കൂടെ കയറി കളിക്കാന്ന് പറഞ്ഞാൽ തന്നെ കുറച്ച് പ്രാക്ടീസൊക്കെ വേണ്ട ശരിക്കും പറഞ്ഞു പിള്ളേർക്ക്. പക്ഷേ ഇവിടെ ഒരു പേടിയും ഞാൻ കാണുന്നില്ല. ഇത് കണ്ടോ, ഇതിലൂടെയൊക്കെ കയറി പോകണ്ട പിള്ളേർ, ഇതിലൊക്കെ കയറി പോകും പിള്ളേർ. പിന്നെ ഇത് കണ്ടോ, ഇതിൽ നമ്മുടെ നാട്ടിലൊക്കെ സ്ട്രൈറ്റ് ആയിട്ടായിരിക്കും കൊടുത്തേക്കണം. ഇത് കണ്ടോ, ഒരു വേറൊരു രീതിയിലാണ് അവർ ഇത് ചെയ്തേക്കണം കേട്ടോ. ഒരു കർവ് മാറ്റിയാണ് അവർ ചെയ്തേക്കണം. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ തൂങ്ങിയാണ് അവർ കയറി പോകുന്നത് കേട്ടോ. പിന്നെ ഇത് കണ്ടില്ല, ഒരുപാട് പിന്നെ റാഡിൽ ഇതൊക്കെ ഉണ്ട്, ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വലിയ ഫുൾ ഏരിയയും ഗ്രൗണ്ട്, ഇങ്ങനെ പച്ചപ്പ് വിരിച്ച ഗ്രൗണ്ടാണ്. ഇത് കണ്ടില്ലേ, ഇവിടെ നമുക്ക് വലിയ ആൾക്കാർക്ക് എക്സസൈസ്, വലിയ പിള്ളേരും ഇവിടെ വന്ന് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. കേശുവൊക്കെ ഇവിടെ വന്നിട്ട് എൻജോയ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ കളിക്കാനും നമുക്ക് വലിയൊരു ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഫുട്ബോളൊക്കെ കളിക്കാൻ വന്നു കഴിഞ്ഞാൽ വലിയ കുട്ടികൾക്കും എൻജോയ് ചെയ്യാവുന്ന രീതിയിലാണ് അവർ ഇത് ചെയ്തേക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് ഈ ബാക്ക് സൈഡിലും നമുക്കത് വലിയ ആൾക്കാർക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ.
ഫ്രണ്ട്സ്, ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും നല്ല സ്ഥലങ്ങളാണ്. ഇവിടുത്തെ എല്ലാ പാർക്കുകളും അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങൾ എവിടെ വിസിറ്റ് ചെയ്താലും നമ്മൾ ഓരോരോ വീഡിയോ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഈവനിങ്ങും മോർണിംഗും ടൈമിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഹോളിഡേയ്സിൻ്റെ മോർണിംഗ് തൊട്ട് എല്ലാ പാർക്കും ഫുള്ളായിരിക്കും. ശരിക്കും പറഞ്ഞാൽ സാറ്റർഡേയും സൺഡേയും ഇവിടെ ഫുള്ളാണ്. എപ്പോൾ വന്നാലും ആൾക്കാരും കുട്ടികളും നിറച്ചും ഇവിടെ ഉണ്ടാവും. പിന്നെ എല്ലാവരും പുറത്ത് വന്നിരുന്ന ഫുഡ് കഴിക്കുക, അങ്ങനത്തെ ഒരു എൻജോയ്മെൻ്റ് ആണ് ശരിക്കും ഇവിടെ കണ്ടുവരുന്നത്, ന്യൂസിലാൻഡിൽ കണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെറിയ വീഡിയോ ആയിട്ടാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഞങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതാണ്. അതുവരെയും ബൈ ബൈ, ഗുഡ് ബൈ.